എനിക്കൊരു സംശയം. ഓക്കെ. എനിക്ക് ഇംഗ്ലീഷ് കേട്ടാലും മനസ്സിലാവും, വായിക്കാനും അറിയാം, പക്ഷേ സംസാരിക്കാൻ പറ്റണില്ല. അതെന്തുകൊണ്ടാ? നിങ്ങൾ ഇംഗ്ലീഷ് ഒരുപാട് കേൾക്കാറുണ്ടോ? ആ, ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവുന്നത്. നിങ്ങൾ ഇംഗ്ലീഷ് ഒരുപാട് സംസാരിക്കാറുണ്ടോ? ഇല്ല. ആ, അതുകൊണ്ടാണ് എനിക്ക് ഇംഗ്ലീഷ് ഒരുപാട് സംസാരിക്കാൻ കഴിയാത്തത്. അപ്പോൾ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞാൻ എന്താ ചെയ്യുക? നിങ്ങൾ ഇംഗ്ലീഷ് ഒരുപാട് സംസാരിക്കണം. എങ്ങനെ ഒരുപാട് സംസാരിക്കും? ഓക്കെ, ഗുഡ് ക്വസ്റ്റ്യൻ. ഒരുപാട് ഒരുപാട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു പാർട്ട്ണർ വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി ജോയിൻ ചെയ്താൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ട്രെയിനർ നമ്മളെ ഒരുപാട് സംസാരിപ്പിക്കും, ട്രെയിൻ ചെയ്യിപ്പിക്കും. അങ്ങനെ ട്രെയിൻ ചെയ്താൽ ഒരുപാട് സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ നിന്ന് കിട്ടും. അങ്ങനെ ആ ഒരു കോഴ്സ് പൂർത്തിയാകുമ്പോഴേക്കും ഒരുപാട് സംസാരിച്ചിട്ടുണ്ടാവും. അത് കോഴ്സ് കാലാവധി കഴിയുന്നവരല്ലേ ഉണ്ടാവുള്ളൂ. ആ, ഓക്കെ ഓക്കെ, അത് പോയിൻ്റാണ്. ഇപ്പോൾ കോഴ്സ് ഡ്യൂറേഷൻ കഴിഞ്ഞാലും ഇംഗ്ലീഷ് സംസാരിക്കണം. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന 2 ടെക്നിക്കുകളുണ്ട്. അതിൽ ഒരു ടെക്നിക്കാണ് സെൽഫ് ഇമോഷണൽ ടോക്ക്. ഇപ്പോൾ നിങ്ങൾ സൂപ്പർ സീരിയസ് ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു ടെക്നിക്കുണ്ട്, ഷാഡോ ജിം. അപ്പോൾ ഈ 2 ടെക്നിക്ക് യൂസ് ചെയ്താൽ നമ്മളെ ഈ കോഴ്സ് ഡ്യൂറേഷൻ കഴിഞ്ഞാലും ഒരുപാട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും, അതിനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. എന്താ ഈ ഷാഡോ ജിം? ഭൂരിഭാഗം പേർക്കും ഈ ഷാഡോ ജിം എന്താണെന്ന് അറിയില്ല, എത്രത്തോളം യൂസ്ഫുൾ ആണെന്നും അറിയില്ല. ഓക്കെ, ഷാഡോ ജിം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫേവറേറ്റ് ഇംഗ്ലീഷ് സ്പീക്കർ ഉണ്ടാവുമല്ലോ, യൂട്യൂബിലോ എവിടെയെങ്കിലുമൊക്കെ റെക്കോർഡഡ് വോയിസ്, അവരുടെ സ്പീച്ച് കേൾക്കുക, അവരുടെ ഇംഗ്ലീഷ് സംസാരം കേൾക്കുക. എന്നിട്ട് അവരുപയോഗിച്ച അതേ ഫ്രേസ് തന്നെ അത് കേൾക്കുമ്പോൾ അതേ ടോണിലും അതേ സ്ട്രെസ്സിലും അതേ സൗണ്ട് മോഡുലേഷനിലും റിപ്പീറ്റ് ചെയ്യുക. ഒരു ഫ്രേസ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അത് മനസ്സിലാക്കി റിപ്പീറ്റ് ചെയ്യല്ലേ ഉണ്ട്, അതിൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യുക. പോസ് അതിൻ്റെ അവർ സംസാരിക്കുന്നതിൻ്റെയും നമ്മൾ സംസാരിക്കുന്നതിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് വളരെ കുറച്ചിട്ട് അതിൻ്റെ കൂടെ സംസാരിക്കുക. അങ്ങനെ സംസാരിച്ചാൽ നമുക്ക് കിട്ടുന്ന 2 ബെനിഫിറ്റ് ഉണ്ട്. ഒന്നാമത്തെ ബെനിഫിറ്റ്, നാവിന് ട്രെയിനിങ് കിട്ടും. അതുപോലെ തന്നെ സ്പീക്കിംഗ് ആക്ടിവിറ്റീസിന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മസിൽസിനും, ഇവിടെ ഈ മസിൽസ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്, ഇതിനെല്ലാം ട്രെയിനിങ് കിട്ടുകയാണ്. പിന്നെ രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ആ ഫ്രേസസ് ഉണ്ടല്ലോ, അയാൾ യൂസ് ചെയ്ത ഫ്രേസ് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ആ ഫ്രേസ് നമ്മൾ നാവിന് തുമ്പത്തുണ്ടാവും. കാരണം അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളുടെ ഒരു ഹാബിറ്റാണത്. അപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഫ്രേസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, ബൈ ഹാർട്ട് ചെയ്തിട്ടില്ല, മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നാവിൻ്റെ തുമ്പത്തുണ്ടാവും. അപ്പോൾ ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് ആരുടെ മുന്നിൽ സംസാരിക്കാൻ പറ്റും. ഈവൻ പബ്ലിക് സ്പീക്കിംഗ് പോലും വളരെ ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് കോൺഫിഡൻസോട് കൂടി ഡെലിവർ ചെയ്യാൻ കഴിയും.